എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തെ കാണിക്കുന്ന സുധിയുടെ കല്യാണമൊക്കെ മുടങ്ങി. കല്യാണം മുടങ്ങി നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ആകപ്പാടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് സച്ചി ചെയ്ത ആ പ്രവൃത്തിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ രേവതി തിരിച്ചറിയുകയാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അവസാനം കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധീനെ കാണാനായിട്ട് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി തയ്യാറെടുപ്പുകളൊക്കെ ചന്ദ്രമതി നേരത്തെ തന്നെ ഒരുക്കി വെച്ചിരിക്കുമായിരുന്നു. പക്ഷേങ്കിൽ അവിടുന്ന് ആരും വന്നില്ല. ആ സമയത്ത് ഡ്രൈവർ മാത്രമാണ് വന്നത്. ഡ്രൈവർ വന്നിട്ട് ചന്ദ്രമതിയോടും രവീന്ദ്രനോടും എല്ലാവരോടും ആ കാര്യം പറയുന്നുണ്ട്. ഇതിനു മുമ്പ് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടി പോയ ചെറുക്കനാണ് നിങ്ങളുടെ മോന്. നിങ്ങളിത് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ വിവരങ്ങളൊക്കെ മുതലാളി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു ബന്ധം വേണ്ടെന്നാ പറഞ്ഞത് എന്നൊക്കെ പറയാ. അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു ചന്ദ്രമതി. ഇങ്ങനൊരു കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ മോന് നല്ലൊരു ജീവിതം കിട്ടും. കോടീശ്വരന്റെ മോളെ കല്യാണം കഴിക്കാമല്ലോ എന്നൊരു വ്യാമോഹത്തിലാണ് ചന്ദ്രമതി ഇതൊക്കെ ചെയ്തത്. പക്ഷെ ചക്കിന് വെച്ച് കൊയ്ക്കിനുണ്ടെന്നൊരു അവസ്ഥയായിപ്പോയി. നേരെ ചന്ദ്രമതിക്കിട്ട് തന്നെ ആ പണി തിരിച്ചു കിട്ടുവാണ്. സച്ചി ഭയങ്കര സന്തോഷത്തിലായിരുന്നു കല്യാണം മുടക്കിയല്. കതിർമണ്ഡപത്തിൽ വെച്ച് രേവതിനെ ഇട്ടെറിഞ്ഞിട്ട് പോയാനല്ലേ അവൻ ഈ ഗതി തന്നെ പറഞ്ഞതാ സച്ചിയുടെ അഭിപ്രായം. രേവതിക്ക് സന്തോഷമായി. തന്റെ വീട്ടുകാരുടെ കണ്ണീരെന്ന മണ്ഡപത്തിൽ വീണതാണ്. ആ സമയത്ത് സുധിയാണെങ്കിലോ കാമുകിയുടെ ഒപ്പം ഒളിച്ചോടുക ചെയ്തേ. അതൊക്കെ പെട്ടെന്ന് അങ്ങനെ രേവതിക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നീട് വീണ്ടും ആയിട്ട് ഒരു പെണ്ണിനെ കൂടെ ചതിക്കാനായിട്ട് അവൻ മുതിർന്നിരിക്കുക. ദൈവം പോലും അവനെ വെറുതെ വിടില്ലെന്നാണ് സച്ചിയുടെ അഭിപ്രായം. ഇതിന്റെ പേരിൽ സച്ചി കടന്ന് തുള്ളിച്ചാടുമ്പോ ചന്ദ്രമതിക്ക് അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രമതിക്ക് വല്ലാത്ത വിഷമായിരുന്നു. പിന്നീടാണെങ്കിലോ രേവതി കടയിലേക്ക് പോകുന്ന സമയത്താണ് പരിചയത്തിലുള്ള ആ സ്വർണം പണയം വെക്കുന്ന ആ പുള്ളിക്കാരനെ കാണുന്നത്. അപ്പൊ പണയനൊക്കെ എടുക്കുന്ന ആ അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതിയോട് സംസാരിച്ച് വന്നപ്പോ രേവതി ആ സത്യങ്ങളൊക്കെ അറിയുന്നേ. സച്ചി അവിടെ കൊണ്ട് ഒരു മാല പണയം വെച്ചിട്ടുണ്ടെന്ന്. പിന്നീട് രേവതിക്ക് ആ സത്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. തന്റെ അമ്മ സച്ചിക്ക് വാങ്ങിക്കൊടുത്ത മാലയാണ് സച്ചി കൊണ്ട് പണയം വെച്ചിരിക്കുന്നത്. ഇത് രേവതിനെ സംബന്ധിച്ചോളം വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അപ്പൊ അത് വിറ്റ് കുടിച്ചു അല്ലെങ്കിൽ പണയം വെച്ചെന്നൊക്കെ ഒരു ചിന്ത രേവതിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതങ്ങനെ സത്യമായി തീരുകയാണ്. രേവതിക്ക് സഹിച്ചില്ല. രേവതി വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് സച്ചിയുമായിട്ട് കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. സച്ചിയോട് പറഞ്ഞു, എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാന്നറിയോ എന്റെ അമ്മ മാല വാങ്ങിച്ചാന്നേ. നിനക്ക് നാണമില്ല? അതുകൊണ്ട് പണയം വെച്ചിട്ട് കള്ളു കുടിക്കാനായിരുന്നല്ലേ? കൂട്ടുകാരൊത്ത് മദ്യപിക്കാനായിരുന്നല്ലേ നിങ്ങൾ ആ പരിപാടിയൊക്കെ ചെയ്തേ? അതെങ്ങനെ പൈസയുടെ വില അറിഞ്ഞാലേ നിങ്ങള് ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുള്ളൂ. അതിന്റെ വില എന്തെങ്കിലും നിനക്ക് അറിയാവോ? എന്റെ അമ്മയുടെ അധ്വാനത്തിന്റെ ബലമാന്നൊക്കെ പറയാം. അവസാനം സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. സച്ചി പറഞ്ഞു, എന്റെ അമ്മയുടെയോ എന്റെ അച്ഛൻ കൊടുത്തുന്ന പൈസ അല്ലെന്നൊക്കെ അങ്ങോട്ട് ചോദിക്കുകയാണ്. അച്ഛനും അച്ഛമ്മയെ കൊണ്ട് പൈസ കൊടുത്തായിരുന്നു. അപ്പൊ അതല്ലേന്ന് ചോദിക്കുക. രേവതിക്ക് അതങ്ങോട്ട് സഹിച്ചില്ല. ചന്ദ്രമതി അത് കേൾക്കുകയും ചെയ്തായിരുന്നു. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അപ്പൊ അച്ഛമ്മ കൊണ്ട് പൈസ കൊടുത്ത കാര്യമൊക്കെ സച്ചിക്കും അറിയായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, ആരുടെ ആണെങ്കിലും പൈസ തന്നെയല്ലേ എന്നും വെച്ച് അതുകൊണ്ട് വെച്ച് കുടിക്കുവാണോ ചെയ്യേണ്ടതെന്നൊക്കെ സച്ചിയോട് തിരിച്ചു ചോദിക്കുകയാണ്. സച്ചിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. സച്ചി പറഞ്ഞു, ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. നീ ആരോടാ എന്നോട് ചോദിക്കാനായിട്ട്? കൂടുതൽ എന്നോട് ചോദിച്ചാലും നീ ആളായിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ വഴക്കുണ്ടാക്കുക. രേവതി, നിങ്ങൾ എന്ത് വെള്ളം ചെയ്തോ, ഇനി നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാൻ വരില്ല എന്നൊക്കെ സച്ചിയോട് പറയുന്നുണ്ട്. ഈ സമയം ആകെപ്പാടെ ചങ്ക് തകർന്ന് ചന്ദ്രമതി സുധിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. സുധിയാണെങ്കിലും മുറിക്ക് പോലും പുറത്തിറങ്ങാത്തൊരവസ്ഥയിലായിരിക്കുന്നേ. കല്യാണം മുടങ്ങി. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? വരുന്ന ബന്ധങ്ങളൊക്കെ ഇങ്ങനെ മുടങ്ങുവാണെങ്കിൽ തനിക്ക് ഒരിക്കലും കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്ത സുധിയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. ചന്ദ്രമതി പിന്നീട് പോയി ആശ്വസിപ്പിക്കുന്നുണ്ട്, പോട്ടമോനെ, ഇതല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നിനക്ക് കിട്ടും. ഇതൊന്നും ഓർത്ത് മോൻ വിഷമിക്കണ്ട കേട്ടോ. ഈ അമ്മ തന്നെ മോന് നല്ലൊരു ബന്ധം കൊണ്ടുവരും. അത് ഈ പൂക്കാരനെ പോലെ ഒന്നും ആയിരിക്കില്ല. നല്ല വലിയ വീട്ടിൽ നിന്ന് തന്നെ നിനക്ക് യോജിച്ച, നിനക്ക് നിന്റെ നിലയ്ക്കും വിലയ്ക്കും ഒത്തിരി പെൺകുട്ടിനെ തന്നെയാ ഈ അമ്മ കൊണ്ടുവരുള്ളെന്ന്. ചന്ദ്രമതി അങ്ങനെയൊക്കെ വലിയ വീമ്പുറത്താനും പറഞ്ഞാലും ചന്ദ്രമതിക്ക് അറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. മോനോട് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എവിടെ നിന്നൊരു ബന്ധം കിട്ടാന്? ഏത് ബന്ധം വന്നാലും ആൾക്കാർ പറയും മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ചെറുക്കന. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ ഏത് ബന്ധം വന്നാലും കാരണവന്മാരൊന്ന് ആലോചിക്കും. കാരണം ഇനിയിപ്പോ നാളെ തന്റെ മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. ഇനിയിപ്പോ അവര് തന്നെ വന്നപ്പം തന്നെ പറഞ്ഞു അവരുടെ മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് അവർ ഈ ബന്ധത്തിന് തയ്യാറാവത്തേന്ന്. അപ്പൊ ഇനി ഏത് ബന്ധം വന്നാലും ഇങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ സ്തുതി സ്നേഹിച്ച് കല്യാണം കഴിക്കണം. അങ്ങനെ എന്തെങ്കിലും നടക്കുള്ളൂ. ചന്ദ്രമതി പിന്നീട് ഭാമയോട് തന്റെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. ഭാമ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഭാമ സമാധാനിപ്പിക്കുക, പോട്ടടി, ഞാൻ കൊണ്ടുവന്ന ബന്ധമല്ലേ, ഞാൻ ഇതിനേക്കാളും വലിയ ഒരു ബന്ധം കൊണ്ടാ തരാം നിനക്ക്. ഇനിയിപ്പൊ ഒരു ബന്ധം പോയെന്ന് ഓർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കല്യാണത്തിന്റെ എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞില്ലോ, അല്ലെങ്കിൽ കല്യാണപ്പന്തലിൽ നിന്നും അല്ല പോയത്. ഇതിപ്പോ എന്നാ വീട്ടിൽ നിന്ന് ചെറുതായിട്ടൊന്നും ഒരു പെണ്ണ് കാണാൻ, ഒരു ചെറുക്കൻ വീട് കാണാൻ വന്നല്ലേ ഉള്ളൂ.
അതിനെക്കുറിച്ച് ഓർത്ത് ഇത്ര വേവലാതിപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടോ? നീ അതിനെക്കുറിച്ച് ഓർന്ന് ഒരു ടെൻഷനും വേണ്ടാന്ന് പറയണം. ഇനി നല്ലൊരു ബന്ധം ഞാൻ കൊണ്ടുത്തരാന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. രവീന്ദ്രന്റെ അടുത്ത് ചെന്നപ്പോഴാണ് രവീന്ദ്രൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ചന്ദ്രമതി ഇപ്പോഴെന്താണെങ്കിലും അവന് കല്യാണം നീ ആലോചിക്കണ്ട, അവന് ആദ്യം ഒരു ജോലി ആവട്ടെ, ആദ്യം ജോലിയായിട്ട് അവൻ നേരെ നിന്നിട്ട് മതി. അല്ലെങ്കിൽ കല്യാണം കഴിച്ചോണ്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പെണ്ണെ പോറ്റാനായിട്ടുള്ള പണമെങ്കിലും വേണ്ട കയ്യില് ചെലവിനുള്ള. അതുപോലും ഇല്ലാതെ പെണ്ണ് കെട്ടി വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് കാര്യമുണ്ടോ? ആര് ചെലവിന് കൊടുക്കുമെന്ന് ഓർത്താ എന്നൊക്കെ ചന്ദ്രമതിയോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ചന്ദ്രമതി അതും വകവച്ചില്ല. കോടീശ്വരന്റെ മോളല്ലേ, അപ്പൊ ഇതിന്റെ ആവശ്യമൊന്നുമില്ല, അവൻ കല്യാണം കഴിഞ്ഞ് അവരുടെ ബിസിനസ് നോക്കി അങ്ങോട്ട് പൊക്കോളൂ, അതൊക്കെയാ പറഞ്ഞിരുന്നേ. പക്ഷെ അപ്പൊ ഈ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.